the length of sides of a triangular field. Triangular fieldന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ എ ബി സി തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് 3 sides തന്നിട്ടുണ്ട്. 28 meter, 15 meter and 41 meter. Calculate the area of the field. Also find the cost of leveling of the field at the rate of 20 per meter square. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ കണ്ടുപിടിക്കണം? ഏരിയ ഓഫ് ദ ഫീൽഡ് കണ്ടുപിടിക്കണം ആൻഡ് ഓൾസോ കോസ്റ്റ് ഓഫ് ലെവലിംഗ് കണ്ടുപിടിക്കണം. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. നമുക്കിപ്പോൾ ട്രയാങ്കിളിന്റെ ലെങ്ത് 3 സൈഡിന്റെ ലെങ്ത് അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്ത് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ കണ്ടുപിടിക്കാം. ഫോർ ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ഫൈൻഡ് ദ സെമി പെരിമീറ്റർ. അപ്പോൾ സെമി പെരിമീറ്റർ ആദ്യം കണ്ടുപിടിക്കുക. സെമി പെരിമീറ്റർ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? എ തന്നിട്ടുണ്ട് 28 മീറ്റർ തന്നിട്ടുണ്ട്, ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, സിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ സെമി പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എയുടെ വാല്യൂ 28 മീറ്റർ, ബിയുടെ വാല്യൂ 15 ആൻഡ് സിയുടെ വാല്യൂ 41. അപ്പോൾ 28 പ്ലസ് 15 പ്ലസ് 41 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് 84/2 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 42 മീറ്റർ എന്ന് സെമി പെരിമീറ്റർ കിട്ടും. സെമി പെരിമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ആണ്. അപ്പോൾ എസിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? 42 ഇൻറ്റു 42 മൈനസ് എ എന്ന് പറയുന്നത് എത്രയാണ്? 28 ആണ്. ഇനി 42 മൈനസ് 15 ദെൻ 42 മൈനസ് 41 എന്ന് വരും. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 126 മീറ്റർ സ്ക്വയറിന് കിട്ടും. ഏരിയ ഓഫ് ട്രയാങ്കുലർ ഫീൽഡ്. ട്രയാങ്കുലർ ഫീൽഡിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. 126 മീറ്റർ സ്ക്വയർ ആണ്. ഇനി കോസ്റ്റ് ഓഫ് ലെവലിംഗ് കണ്ടുപിടിക്കണം. കോസ്റ്റ് ഓഫ് ലെവലിംഗ് കണ്ടുപിടിക്കാൻ എന്താണ്? വളരെ എളുപ്പമാണ്. ഏരിയ ഇൻറ്റു റേറ്റ് ചെയ്താൽ മതി. ഏരിയ നമുക്ക് 126 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി റേറ്റ് 20 പെർ മീറ്റർ സ്ക്വയർ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 126 ഇൻറ്റു 20 ചെയ്യുക. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2520 എന്ന് കിട്ടും. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് 2520. ഓപ്ഷൻ ബി ആണ് എന്ത്? ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ. ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 126 മീറ്റർ സ്ക്വയറും കോസ്റ്റ് 2520 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ, ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്.